Download now CC Learning app. നമസ്കാരം, CC ബാങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി പ്ലാനിംഗ് കമ്മീഷൻ, 5-year പ്ലാൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികളെ പറ്റിയിട്ട് ഓൾറെഡി പഠിച്ചതാണ്. 2 വീഡിയോ ഞാൻ തന്നെ ചെയ്തതാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കണ്ടിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നീതി ആയോഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഞാൻ അവിടെ പറഞ്ഞ് നിർത്തിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്, എന്നാലും ഇതൊരു പുതിയ ടോപ്പിക്കാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. 2015 മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികളാണ്. 5 കൊല്ലത്തെ സ്കീമുകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ശേഷം 2015 പുതിയ ഗവൺമെന്റ് വരുന്നു, NDA ഗവൺമെന്റ് വരുന്നു. ആ പരിപാടി മൊത്തത്തിലെ തച്ചുടയ്ക്കുന്നു. പുതിയ ഒരു സെറ്റപ്പാണ് തുടങ്ങുന്നത്. ആ സെറ്റപ്പിന്റെ പേരാണ് നീതി ആയോഗ്. അതെന്താന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ CSB പരീക്ഷയെ പറ്റി അറിയാവുന്നവര്, CCയെ പറ്റി അറിയാത്തവര് അറിഞ്ഞിരിക്കേണ്ട ഒരു പോസ്റ്ററാണ്. ഇത്രയും കുട്ടികൾ ഇവിടെ നിന്ന് ജയിച്ച് CSCB ജോലിയിൽ എത്തിയവരാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്ലാസ്സുകളെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CSCB ഒരു മെൻറ്ററിന്റെ സഹായത്തോടെ കുത്തിയിരുന്ന് പഠിക്കാൻ നിങ്ങൾ ഓക്കെയാണ്, താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ CCയുടെ കൂടെ പോകുന്നുള്ളൂ. നമുക്ക് ഈ ടോപ്പിക് ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കാണ് നീതി ആയോഗ് എന്ന് പറയുന്ന ടോപ്പിക്. നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നെല്ലാം പറയുന്ന ഒരു പരിപാടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതായത് സംസ്ഥാനങ്ങളെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. ഈ പ്ലാനിംഗ് കമ്മീഷന് കുറേ നെഗറ്റീവുകൾ ഉണ്ടായി, കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ 2015 നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ, NDA സർക്കാർ വന്നപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വേണ്ട എന്ന് വെച്ച് നീതി ആയോഗ് തുടങ്ങി. അത്രേ അറിഞ്ഞാൽ മതി, ഡെപ്തിലേക്കൊന്നും അറിയണ്ട. നീതി ആയോഗിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? January 1, 2015. പഠിക്കാൻ സുഖമുണ്ട്. 2015 Day 1 തന്നെ പരിപാടി തുടങ്ങി. അടുത്തത്, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ഭരണഘടനയിൽ എഴുതപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണോ? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അല്ല. അതായത് ഏതെങ്കിലും ആക്ട് പാസ്സാക്കിയത് വഴി, CBI പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ട് പാസ്സാക്കിയത് വഴി ഉണ്ടായ ഒരു ബോഡിയാണോ, ഒരു സ്ഥാപനമാണോ? അല്ല. പിന്നെന്താ? അതൊരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. അതായത് ഭരണത്തിലിരിക്കുന്ന ഏത് ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ഒരു സംവിധാനമാണ് എക്സിക്യൂട്ടീവ്. കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാർ, മന്ത്രിസഭ, ക്യാബിനറ്റ്, പ്രധാനമന്ത്രി എന്നാ വിളിക്കുന്ന ആ ഗ്രൂപ്പാണ് എക്സിക്യൂട്ടീവ്. അവരുടെ ഓർഡറിന്റെ പുറത്തുണ്ടാക്കിയിട്ടുള്ള ബോഡിയാ ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാ. ചോദ്യം 1 ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം. സ്റ്റാറ്റ്യൂട്ടറി അല്ല, കോൺസ്റ്റിറ്റ്യൂഷനും അല്ല, അതൊരു എന്ത് ബോഡിയാ? എക്സിക്യൂട്ടീവ് ബോഡിയാ. പ്ലാനിംഗ് കമ്മീഷനും എന്തായിരുന്നു? ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരുന്നു എന്നുള്ളത് കൂടെ ഓർക്കണം. പ്ലാനിംഗ് കമ്മീഷനും ആസൂത്രണ കമ്മീഷനും എന്തായിരുന്നു? ഒരു ബോഡി ആയിരുന്നു. എന്ത് ബോഡി? എക്സിക്യൂട്ടീവ് ബോഡി ആയിരുന്നു. സോ എക്സിക്യൂട്ടീവ് ബോഡി എന്നുള്ളത് ഓർത്തു വെക്കുക. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ വാക്ക് ഓർത്തു വെക്കുക. 2015 കുറച്ചുകൂടി എളുപ്പമാണ്. January 1. നീതി ആയോഗ് വാസ് റീപ്ലേസ്ഡ് 5-year plans വിത്ത് 15-year വിഷൻ ഡോക്യുമെന്റ്. ഈ 5-year പ്ലാൻ, പഞ്ചവത്സര പദ്ധതി 5 എന്നുള്ളത് അവർ റീപ്ലേസ് ചെയ്തിട്ട് 15 കൊല്ലത്തെ വിഷൻ പ്ലാൻ കൊണ്ടുവന്നു. 15 കൊല്ലത്തെ വിഷൻ പ്ലാൻ കൊണ്ടുവന്നു. എന്താണ് 15 കൊല്ലത്തേക്ക് ഇന്ത്യനെ നമ്മൾ എവിടെ എത്തുമെന്ന് നോക്കി കാണുന്നു. അങ്ങനെ ഒരു ഡോക്യുമെന്റ് കൊണ്ടുവന്നു. ആരൊക്കെയാണ് മെമ്പേഴ്സ് ഓഫ് നീതി ആയോഗ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ PM, ഫസ്റ്റ് ചെയർമാൻ. ഇവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ്, ഏറ്റവും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന ഇവിടുന്ന് എപ്പോഴും ചെയർമാൻ ആരായിരിക്കും? അപ്പത്തെ PM ആയിരിക്കും. ഇന്നൊരു ചോദ്യം ചോദിക്കുകയാണ്, ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി. ഇനി അടുത്ത PM മാറുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് അടുത്ത PM? അയാൾ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയും. ആ സ്ഥാനത്തിരിക്കുന്ന ആരോ അയാളാണ് ചെയർമാൻ. എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയും. സോ അടുത്തത്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് ആദ്യത്തെ ചെയർമാൻ ആരാ? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ ചെയർമാനും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ അരവിന്ദ് പനഗിരിയ എന്ന് പറയുന്ന ഒരാളാണ്. ഫസ്റ്റ് CEO സിന്ധുശ്രീ ഖുള്ളർ എന്ന് പറയുന്ന ആളാണ്. ഈ 3 പേരുകൾ പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. നീതി ആയോഗിൽ അങ്ങനെ ഒരുപാടൊന്നും പഠിക്കാനില്ല, വളരെ കുറച്ച് കാര്യമുള്ളൂ. 2 സ്ലൈഡിന്റെ പരിപാടിയേ ഉള്ളൂ. സോ ഈ ഫസ്റ്റ് സ്ലൈഡിൽ കുറെ അധികം ഫാക്റ്റുകൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഈ ഡേറ്റ് പഠിക്കുന്നു, അത് എക്സിക്യൂട്ടീവ് ബോഡി ആണെന്ന് ഓർത്തു വയ്ക്കുന്നു. 15-year ഡോക്യുമെന്റ് ആണ് നീതി ആയോഗിന്റെ കയ്യിലുള്ളതെന്ന് ഓർത്തു വയ്ക്കുന്നു. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് എപ്പോഴും അതിന്റെ മെമ്പറിൽ ചെയർമാൻ എപ്പോഴും പുള്ളിയാണ്. ഫസ്റ്റ് ചെയർമാൻ ആരായിരിക്കും? അപ്പൊ മോഡി ആയിരിക്കും ഫസ്റ്റ് ചെയർമാൻ. ശരിയാണ്. അരവിന്ദ് പനഗിരിയാണ് ഫസ്റ്റ് വൈസ് ചെയർമാൻ. സിന്ധുശ്രീ ഖുള്ളർ ആയിരുന്നു ഫസ്റ്റ് CEO. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക മക്കളെ. ചോദ്യം ഇവിടെ നിന്നായിരിക്കും.
ഇതിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ മഷി വെച്ച് എഴുതിയപ്പോൾ പറയാത്തൊരു കാര്യമുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ട്രാൻസ്ഫറിംഗ് ഇന്ത്യ എന്ന ഓപ്ഷനിൽ തരാം. ഇൻസ്റ്റിറ്റ്യൂഷന് പകരം വേറെ എന്തെങ്കിലും തരാം, ഫോറിന് പകരം ഓഫ് എന്ന് തരാം. ഇതിൽ പലതും വരാം, തെറ്റിച്ച് തരാം. നിർബന്ധമായിട്ടും ഈ അബ്രിവേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കണം. ഓക്കെ, മുന്നോട്ട് പോവാം. ഇവിടം വരെ മനസ്സിലായല്ലോ? മുന്നോട്ട് പോവാം. ഇതാണ് ഇതിന്റെ ലോഗോ. അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും അഥവാ ചോദിച്ചാൽ ഇന്ത്യയുടെ എംബ്ലം ആണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ശരി. മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള, ഇവിടെ കുറച്ച് ഡെപ്ത് കൂടി, കുറച്ചും കൂടെ ആഴത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, നീതി ആയോഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ആഴത്തിലേക്ക് പോകുന്നത്. കോമ്പോസിഷൻ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ആരെല്ലാമാണ്? ഒന്ന് ചെയർപേഴ്സൺ, പ്രൈം മിനിസ്റ്റർ ആണ്. ഇനി വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരാളെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്യും. ഒരാളെ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുമെന്ന് പറയും. ഇയാളാണ് ആര്? വൈസ് ചെയർപേഴ്സൺ എന്ന് പറയും. ഗവേണിംഗ് കൗൺസിൽ, അതിന്റെ നടത്തിപ്പ് ടീം അല്ലെങ്കിൽ ടീം ഇന്ത്യ എന്ന് വിളിക്കുന്ന ഗവേണിംഗ് കൗൺസിൽ, ഓക്കെ, അത് നടത്തുന്ന ആള്, അതിന്റെ ഒരു എന്താ പറയാ, കോർ കമ്മിറ്റി എന്ന് പറയുന്നത് ആരൊക്കെയാ? ഒന്ന് പ്രൈം മിനിസ്റ്റർ, അടുത്തത് വൈസ് ചെയർപേഴ്സൺ, ഈ എലക്ട് ചെയ്ത വൈസ് ചെയർപേഴ്സൺ, അടുത്തത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ഫുൾ ടൈം മെമ്പേഴ്സ്, പിന്നെ ചീഫ് മിനിസ്റ്റർ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂട്ടീസ്. യൂട്ടികളുടെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സും ചീഫ് മിനിസ്റ്റർ ഓഫ് ഓൾ സ്റ്റേറ്റ്സും അതിന്റെ ഭാഗമായിരിക്കും. അടുത്ത റീജിയണൽ കൗൺസിൽ ഉണ്ട്, കുറച്ച് സ്റ്റേറ്റുകൾക്ക് മാത്രമുള്ളത്. ടു അഡ്രസ് സ്പെസിഫിക് റീജിയണൽ ഇഷ്യൂസ് കംപ്രൈസിംഗ് ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഓർ ഹിസ് നോമിനി. പ്രൈം മിനിസ്റ്റർ തന്നെ ആവണം നിർബന്ധമല്ല. റീജിയണൽ കൗൺസിൽ ആവുമ്പോൾ അത് പ്രൈം മിനിസ്റ്റർ തന്നെ വേണം നിർബന്ധമില്ല, അയാളുടെ ഒരു നോമിനിയും ഉണ്ടാവണം. പിന്നെ ബാക്കി ഏതൊക്കെ സ്റ്റേറ്റുകളാണോ അതോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ സ്റ്റേറ്റുകളുടെ CMO, ലെഫ്റ്റനന്റ് ഗവർണറോ ആരാന്ന് വെച്ചാൽ അയാൾ. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടെ ഓർത്തു വയ്ക്കുക. ഇതിലങ്ങനെ വലിയ തല പോകുന്ന കാര്യമൊന്നുമില്ല. ഇതിൽ തല പോകുന്ന കാര്യമുള്ളത് എവിടെയാ? ഒന്നാമത്തേത് ഇത് ഓർത്തു വയ്ക്കുക. ചെയർപേഴ്സൺ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്, ആരല്ല, പ്രസിഡന്റ് അല്ല. പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ശരി, അത്രയേ ഉള്ളൂ. അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്ര എല്ലാം പഠിച്ചു വെച്ചു ചോദിക്കാൻ പോണിതൊന്നും ആവില്ല. പകരം എന്ത് ചോദിക്കും? ഇപ്പോഴത്തെ ആനുകാലികം, ഇപ്പോഴത്തെ കറണ്ട് അഫെയർ ആയിരിക്കും കയറി ചോദിക്കാൻ പോകുന്നത്. ആ കറണ്ട് അഫെയറിൽ എന്ത് ചോദിക്കാം? ഇപ്പൊ ഇവരൊക്കെ ആരാ? അതായത് ആനുകാലികം, കറണ്ട് അഫേഴ്സ് പഠിക്കാൻ നേരത്ത് നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ ആരൊക്കെ എന്തൊക്കെയാണ്? വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഇപ്പൊ ആരാ? അശോക് കുമാർ ലാഹിരി, AKL ആട്ടോ. ഇനി അടുത്തത് ചീഫ് CEO എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാ? BVR സുബ്രഹ്മണ്യം, BVR. ഓക്കെ, സോ AKL, BVR, ഇത് രണ്ടും മനസ്സിലേക്ക് അങ്ങ് പതിപ്പിക്കുക. ഇതായിരിക്കും ഇനി ചോദിക്കാൻ പോകുന്നത്. പ്ലസ് ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ? ആരാണ്? PM നരേന്ദ്ര മോദി. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ ഏകദേശം നീതി ആയോഗ് എന്ന് പറയുന്ന കാര്യം ഇവിടെ കംപ്ലീറ്റ് ആണ്. അത്രയ്ക്ക് നീതി ആയോഗിൽ ചോദിക്കാറുള്ളൂ. ഇനി കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോകും. CSEBക്ക് ചോദിക്കാറില്ല, പകരം കുറച്ചുകൂടെ വലിയ എക്സാംസ് എല്ലാം വരുമ്പോൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇങ്ങനെ സ്ട്രക്ചറൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. എവിടെ? CSEB പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. മെന്റേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും, എക്സ്പെർട്ട് ക്ലാസ്സുകളും ഉണ്ടാവും. ഒരു ചോദ്യം ചെയ്തു നോക്കാം. കണ്ടോ, നീതി ആയോഗ് എന്ന് പറയുന്ന സംരംഭത്തിന്റെ ഫുൾ ഫോം ചോദിക്കുമ്പോൾ ഇവരെന്തെല്ലാം ഓപ്ഷൻസ് ഇടും കണ്ടോ? കണ്ടോ? ഓഫ് വന്നു, ട്രാൻസെൻഡിങ്, ട്രാൻസ്ഫോമിങ്, ട്രാക്കിംഗ്, ഇതെല്ലാം വരുമ്പോഴും നമ്മുടെ കണ്ണ് എപ്പോഴും ശരി ഉത്തരത്തിൽ മാത്രമായിരിക്കണം എന്നുള്ളത് നോക്കുക. ചോദ്യം ചോദിക്കാം. ഇത് ഓൾറെഡി RRBക്കൊക്കെ സ്ഥിരമായിട്ട്, RRB SSC ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, നിങ്ങൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിടാൻ ഒരുപാട് സമയം എടുക്കില്ല. ഓക്കെ, ശരി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കോ. ഫസ്റ്റ് ചെയർമാൻ ആരാ? അരവിന്ദ് പനഗിരിയ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അരവിന്ദ് പനഗിരിയാണ് ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ പരിപാടി ഓക്കെയാണ്. അരവിന്ദ് പനഗിരിയ. സോ ഇത്രയും ചോദ്യങ്ങളെ ചോദിക്കാനുള്ളൂ എന്നുള്ളതും കൂടിയാണ്. വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല എന്നുള്ളതും കൂടെ ഇതിന്റെ പോയിന്റ് ആണ്, ഓർത്തു വയ്ക്കുക. സോ
നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിന് തൊട്ട് മുന്നേ ഒരു ചോദ്യം കൂടി ഉണ്ടായി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. 2015 ആരായിരുന്നു ചോദിച്ചേക്കുന്നത്? നീതി ആയോഗമാണ്. ഈ ചോദ്യം ഒന്ന് വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞത് CSEBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന്റെ നമ്പർ, ക്വസ്റ്റ്യൻ ബുക്കിലേറ്റ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടാൽ അറിയാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഏതാണെന്ന് വായിച്ചു നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. വളരെ സിമ്പിൾ ആണ്. നീതി ആയോഗ് 2015 പ്ലാനിംഗ് കമ്മീഷനെ തച്ച് പൊളിച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഡിസോൾവ് ചെയ്തിട്ട് പുതിയൊരു ഏജൻസി കൊണ്ടുവന്നു. ആ ഏജൻസി ആരാ? നീതി ആയോഗ. ഓക്കെ, ഇതുപോലെ സ്ട്രക്ചറലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്, എത്ര ദിവസത്തെ ബാച്ചാ? 60 ഡേയ്സിന്റെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും, ഈ പറയുന്ന ക്ലാസ് എല്ലാം റെക്കോർഡഡ് ആയിട്ടുണ്ടാവും. അതല്ലാതെ തന്നെ ഈ ക്ലാസ്സസ് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അവിടെ GKയും എല്ലാം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടാവും. മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിട്ടുണ്ടാവും. പഠിക്കാൻ താല്പര്യമുണ്ടോ? ഈ 60 ദിവസം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് 60 ദിവസത്തെ ഈ ബുദ്ധിമുട്ട് പിന്നീട് മാറാൻ പോകുന്ന എങ്ങോട്ടാ? ഒരു ജോലിയിലേക്കാ. താല്പര്യമുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ പോരുമെങ്കിലോ? ട്രൈ ചെയ്ത് നോക്കുക. ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു നോക്കുക. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.